സ്വപ്നം എന്ന് വിചാരിച്ചപ്പോ നടന്നെന്റെ അടുത്തേക്ക് വരികയാണല്ലോ. രാജ, നടന്നു വരുന്നത് മാത്രമല്ല, അവർ സംസാരിക്കുന്ന ശബ്ദവും ഞാൻ കേൾക്കുന്നു. ഞാൻ കൂടുതലായിട്ട് മദ്യപിച്ചോ? എന്റെ രാജ, നീ സത്യമായിട്ടും വന്നതാണോ? അതെ രാജ. എന്തോ പെട്ടെന്നൊരു എക്കിള് വന്നു. നിങ്ങൾ എന്നെ ആലോചിക്കാണെന്ന് കരുതി ഞാൻ പെട്ടെന്ന് ഇങ്ങ് വന്നതാ. ഞാൻ നിങ്ങളെ വിചാരിച്ചോണ്ടിരുന്നു. എന്താ രാജ, നിങ്ങൾ എന്നെ ഓർത്തില്ലെങ്കിൽ എനിക്ക് എങ്ങനെ എക്കിള് വരുന്നേ? എന്തിനാ രാജ എങ്ങനെ മദ്യപിക്കുന്നേ? മനസ്സിനൊരു സുഖമില്ല. ഞാനുള്ളപ്പോ രാജ എന്തിനാ എങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? നിങ്ങളെ കൊണ്ട് എന്റെ മനസ്സിന് സ്വസ്ഥതയില്ലാത്തത്. ഓ, നമ്മുടെ കല്യാണം ഇതുവരെ നടക്കാത്തോണ്ട് വിഷമിച്ച് നിൽക്കാണോ? എനിക്കും അതേ വിഷമുണ്ട് രാജ. രാജ അപ്രതികാരം എന്ന് ചെയ്യും? നമ്മുടെ പ്രണയം എപ്പ പൂവണിയും? നമ്മുടെ കല്യാണം എപ്പ നടക്കുന്നൊക്കെ ആകെ ടെൻഷനാ എനിക്ക്. എന്റെ മനസ്സൊട്ടും ശരിയല്ല രാജ. ഞാനും കുറച്ച് മദ്യം കുടിക്കാം. നിങ്ങളോ? സോറി, നിങ്ങൾക്ക് കുടിക്കുന്ന ശീലമുണ്ടോ? നിങ്ങൾ വിഷം കുടിക്കാൻ പറഞ്ഞാലും ഞാൻ കുടിക്കും രാജ. ഈ സമയം എന്റെ കയ്യിൽ വിഷമില്ലാതായി പോയല്ലോ. രാജ എന്താ പറഞ്ഞേ? ഏയ് ഒന്നുമില്ല. നിങ്ങൾ ഇത് കുടിക്കാൻ പാടില്ല. രാജ ഇത് കുടിക്കുന്നുണ്ടല്ലോ, എനിക്കും കുടിക്കണം. രാജയുടെ വേദന എന്റെ വേദനയാ. എന്റെ മനസ്സ് നിങ്ങളുടേതാ. അപ്പൊ മദ്യം നമുക്ക് രണ്ടുപേർക്കും. അയ്യോ സുമംഗലി, ഒരു ഗ്ലാസ് കൂടി കിട്ടുമോ രാജ? ഇത് ജ്യൂസോ കൂൾ ഡ്രിങ്ക്സോ ഒന്നും അല്ല, മദ്യമാണ്. അറിയാൻ രാജ, മനസ്സ് ശരിയല്ലാത്തതുകൊണ്ട് മദ്യമാണ് മരുന്ന്. ബാക്കിയൊക്കെ പിന്നെ നോക്കാം. അയ്യോ, അത് മദ്യമാണ് സുമംഗലി. അയ്യോ, മതി സുമംഗലി. അയ്യോ വേണ്ട. അയ്യോ, ഇവര് പ്രേമ പിശാചെന്നാ വിചാരിച്ചേ, ഇപ്പൊ മദ്യപിശാചു ആയല്ലോ. രാജ, നീ എന്റെ കൂടെ എനിക്ക് വേണ്ട. സാരമില്ല, കുടിക്കേ. രാജയെ കാണാൻ സുന്ദരനായിട്ടുണ്ട്. നീ വളരെ സുന്ദരിയാണ് റാണി. സത്യാണോ? നീ റാണി, ഞാൻ രാജ. അല്ല, നിങ്ങള് ഭർത്താവ്, ഞാൻ ഭാര്യ. നമ്മള് രണ്ടുപേരും നല്ല ജോഡികളാ. ഇല്ല, മെയ്ഡ് ഫോർ ഈച്ച് അതർ. പാട്ടിട് രാജ, ഡാൻസ് കളിക്കുക.
കാർത്തിക കാർത്തിക ചെവി കേട്ടുടി. എന്താണ്? പിള്ളേര് പഠിക്കുന്ന കാണുന്നില്ലേ? ആ മ്യൂസിക് ഓഫ് ചെയ്തേ. ഞാനിവിടെ എയറോബിക്സ് ചെയ്തോണ്ടിരിക്കുക. അവരോട് വേറെ എവിടെയെങ്കിലും പോയിരുന്ന് പഠിക്കാൻ പറ. ഇവളെ സാരമില്ല ചെറിയച്ച, ഞങ്ങൾ അങ്ങോട്ട് മാറിയിരുന്ന് പഠിച്ചോളാം. വാ അനു. നിനക്ക് ഒരു അല്പം മാനേഴ്സ് പോലും ഇല്ല. സോറി ചെറിയമ്മേ, അറിയാതെ ബാഗ് തട്ടി താഴെ വീണതാ. എന്ത് സോറി? അറിയാതെ തട്ടിയതല്ല, മനഃപൂർവ്വം തട്ടിയതാണ്. നിന്നെയും നിന്റെ അനിയത്തിയും മാറിയിരുന്ന് പഠിക്കാൻ പറഞ്ഞതുകൊണ്ടാ ദേഷ്യത്തിൽ നീ ഇത് ചെയ്തത്. പ്രോമിസ് ചെറിയമ്മേ, ശ്രദ്ധിക്കാതെ വീണുപോയതാ. നിന്റെ കള്ള പ്രോമിസ് വേറെ എവിടെയെങ്കിലും പോയി പറ. മുട്ടേന്ന് വിരിഞ്ഞില്ല, എന്നോട് പ്രതികാരം ചെയ്യാൻ നോക്കുന്നുവല്ലേ? അവൻ അറിയാതെ പറ്റിയതാണെന്ന് പറഞ്ഞില്ലേ? നിന്നോട് സോറിയും പറഞ്ഞല്ലോ. പിന്നെന്തിനാ വഴക്കുണ്ടാക്കുന്നേ? ആരാ വഴക്കൂടുന്നേ? അതെന്തുമാത്രം വിലയുള്ള പ്രോട്ടീൻ ഷേക്കാണെന്ന് അറിയാമോ? എന്റെ ഗ്ലാമർ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്തുമാത്രം കഷ്ടപ്പെടുവാണ്. എന്നെ കണ്ട് അസൂയപ്പെട്ട് എല്ലാവരും എന്നോട് റിവെഞ്ച് ചെയ്യാണ്. വേണമെങ്കിൽ ഞാൻ തന്നെ ജ്യൂസ് ഉണ്ടാക്കി തരാം കാർത്തികേ. രാവിലെ തന്നെ കുട്ടികളോട് വഴക്കുണ്ടാക്കുന്ന എന്തിനാ? എന്താ ഇത് ജ്യൂസ് ആണെന്നാ? പ്രോട്ടീൻ ഷേക്കിന്റെയും ജ്യൂസിന്റെയും വ്യത്യാസം അറിയാത്ത നിങ്ങളാണോ പറയുന്നേ? അല്ലെങ്കിലും കഞ്ഞി കുടിച്ച് കിടക്കുന്ന നിങ്ങൾ ഇതെങ്ങനെ അറിയാനാ ഇതുപോലെയുള്ള ഐറ്റംസിനെ പറ്റി? വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം ചെറിയമ്മേ. വല്യമ്മ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്താൽ ഞാൻ വെറുതെ ഇരിക്കില്ല. നീ എന്നെ എന്ത് ചെയ്യുന്നാ? അറിയാത്തോണ്ട് ചോദിക്കുക, നിന്റെ മനസ്സിൽ എന്താ ഉള്ളത്? ഈ വീടിന്റെ ഓണർ ആണെന്നാണോ? നീ ഒന്നും അഭിയേട്ടിന് ജനിച്ച കുട്ടിയല്ല. നിന്റെ അമ്മയും അച്ഛനും രണ്ടാമത് വിവാഹം കഴിച്ചവരാ. അങ്ങനെ ഈ വീട്ടില് ഗസ്റ്റ് ആയിട്ട് വന്നവരാ. കാർത്തിക, നിന്റെ വൃത്തികെട്ട നാം അടക്കി വെക്ക്. വെറുതെ തോന്നിയ ദിവസം പറയരുത്. എന്താ? ഓ, അരോചകമായി തോന്നുന്നുണ്ടോ? എന്തായാലും ഈ ഉണ്ണി നിങ്ങളുടെ ചേട്ടന്റെ സ്വന്തം മകനൊന്നും അല്ലല്ലോ, ദത്തുപുത്രനല്ലേ? എടി, ഉണ്ണി അബിക്ക് സ്വന്തം മക്കളെക്കാൾ വലുതാണ്. ആവശ്യമില്ലാതെ സംസാരിക്കരുത് കാർത്തിക. ഞാൻ സത്യമല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഈ ഉണ്ണി അബിയേട്ടനും വസുവേട്ടത്തിക്കും ജനിച്ച കുട്ടിയല്ലല്ലോ, വേറെ ആർക്കോ ജനിച്ച കുട്ടി. ഈ വീട്ടിലിരുന്നു കൊണ്ട് അധികാരം കാണിക്കുകയാണ്. നിർത്ത് കാർത്തിക, ഇങ്ങനെ വൃത്തികേട് സംസാരിക്കരുത്. വൃത്തികേടാണെങ്കിലും സത്യമാണല്ലോ. ഉണ്ണി ഈ വീട്ടിലെ രക്തം അല്ലല്ലോ, ആരുടെയോ രക്തത്തിൽ ജനിച്ച കുട്ടിയെ കൊണ്ടുവന്ന് ഈ വീട്ടിൽ നിർത്തിയിരിക്കുകയാണ്. ഓസിന് സ്വത്ത് അനുഭവിക്കുകയാണ്. കാർത്തിക, എന്താ തല്ലുന്നുണ്ടോ? തൊട്ടതിനൊക്കെ എന്നെ തല്ലാൻ നോക്കുവാണോ? ഒന്ന് തല്ലി നോക്ക്, അപ്പൊ കാണിച്ചു തരാം. ഛീ, നിന്നെ തല്ലാൻ പോലും എനിക്ക് നാണക്കേട് തോന്നാ. കുറച്ചെങ്കിലും നല്ല മനസ്സുണ്ടായിരുന്നെങ്കിൽ നീ പറഞ്ഞ കേൾക്കുമായിരുന്നു. എത്ര തല്ലിയാലും എത്ര വഴക്ക് പറഞ്ഞാലും നിന്റെ സ്വഭാവം മാറാൻ പോകുന്നില്ല. ആ കൊച്ചു കുട്ടിയോടാണ് നിന്റെ ദേഷ്യം തീർക്കുന്നേ. അപ്പോ കൊച്ചുകുട്ടിക്ക് എന്നോട് പകയാവാ അല്ലേ? എന്റെ പ്രോട്ടീൻ ഷേക്കിനെ തട്ടിത്തെറിപ്പിക്കാമോ? മനഃപൂർവ്വം ചെയ്യുന്നതിനും അറിയാതെ പറ്റിപ്പോകുന്നതും തമ്മിൽ നിനക്ക് വ്യത്യാസം അറിയില്ലേ? വിദ്യാഭ്യാസം ഉള്ളതല്ലേ, നീ ഒരു പെണ്ണ് തന്നെയല്ലേ?
ഇതുപോലും നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? എല്ലാം അറിയാവുന്നത് കൊണ്ടാ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. ഞങ്ങൾ നിന്റെ നല്ലതിനെ പറ്റി ആലോചിക്കുമ്പോ നീ മാത്രം മനസ്സിൽ എന്തൊക്കെയോ വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ ജോലി ചെയ്യുന്നത് നിങ്ങളാ. മനസ്സിൽ ഒന്ന് വെച്ച് നടന്നിട്ട് പുറത്ത് വേറൊന്ന് കാണിക്കുന്നു. എന്നോട് നിങ്ങൾ സഹോദരിയെ പോലെയാണോ പെരുമാറുന്നേ? അമ്മായിയമ്മയെ പോലെയാ കാണിക്കുന്നേ. ഇവളോട് തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല എടുത്തി. വിട്ടുകളയവളെ. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് നിങ്ങളോട് ഒരിക്കലും ആർഗ്യൂ ചെയ്യാൻ പറ്റില്ല. എന്റെ കാര്യത്തിൽ ആരും തലയിടണ്ട. എന്റെ ജോലി എനിക്കും നിങ്ങളുടെ ജോലി നിങ്ങൾക്കും. എന്താ ഇവിടെ പ്രശ്നം? ഒന്നുമില്ല ഏട്ടാ. പിന്നെന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഏയ് ഒന്നുമില്ല ഏട്ടാ. ഏട്ടൻ വരൂ, വന്ന് റെഡിയാകു. അനു ഇങ്ങ് വാ. ഉണ്ണി വാ. വാ മോനെ. അഖിൽ, എന്താ ഇവിടെ നടന്നത്? രാവിലെ തന്നെ ഏട്ടനോട് എന്ത് പറയാനാ? വെറുതെ ഏട്ടൻ മൂഡ് ഓഫ് ആവും. ഇപ്പൊ ഓഫീസിൽ പോകാനുള്ളതല്ലേ. ഏട്ടൻ പോയി റെഡിയാവ്. ഏട്ടാ, ഏട്ടന്റെ ഡ്രസ്സ് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുളിച്ചിട്ട് വന്നിരുന്നെങ്കിൽ ഭക്ഷണം എടുത്ത് വെക്കാമായിരുന്നു. എന്താ ഇവിടെ സംഭവിച്ചത് വസുന്ധര? ഒന്നുമില്ല ഏട്ടാ. ഞങ്ങൾ വരുന്നതിന് മുമ്പ് ഇവിടെ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട്. ഞാനും ഏട്ടനും വന്നപ്പോൾ അതങ്ങ് നിർത്തി. അങ്ങനൊന്നുമില്ല ഏട്ടാ. കാർത്തിക വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? കാർത്തിക് എന്ത് ചെയ്തെന്നായി പറയുന്നേ? ഒന്നും ചെയ്തില്ല. താൻ എന്നോട് എന്തോ മറയ്ക്കുന്നുണ്ട്. മറച്ചു വെക്കാൻ എന്തിരിക്കുന്നു? പിന്നെ സത്യം എന്താന്ന് പറയും. ഞാൻ എന്തിനാ രാവിലെ ഏട്ടനോട് കള്ളം പറയാൻ പോകുന്നേ? അമ്മേ, ഞാൻ ഹോംവർക്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്തമ്മേ. 5 മിനിറ്റ് നിൽക്കേ, ഞാൻ ടിഫിൻ റെഡിയാക്കി കൊണ്ടുവരാം. ഉണ്ണി, ഇങ്ങോട്ട് വന്നേ. ഉണ്ണി, ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഒരു പ്രശ്നമില്ല അച്ഛാ. സത്യം പറയൂ ഉണ്ണി. ഞാൻ സത്യം തന്നെയാ പറയുന്നത് അച്ഛാ. നിന്റെ മമ്മിയുടെ ആക്ഷൻ നോക്കി സംസാരിക്കാതെ എന്റെ മുഖത്ത് നോക്കി പറയും. ഞാൻ അവന് ആങ്ങിയൊന്നും കാണിച്ചില്ല ഏട്ടാ. ഞാനത് കണ്ടിട്ട് തന്നെയാണ് പറയുന്നത് വസുന്ധര. എന്താ ഉണ്ണി, മമ്മി പറയുന്ന മാത്രമേ കേൾക്കൂ, ഞാൻ പറയുന്നത് കേൾക്കില്ലേ? സോറി അച്ഛാ. എന്താ സംഭവിച്ചത്? അതൊരു ചെറിയ കാര്യം. വസുന്ധര, നീ പറഞ്ഞോ ഉണ്ണി. ചെറിയ പ്രശ്നം അച്ഛാ. ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, നീ പ്രശ്നം എന്താണെന്ന് പറയ്. ഞാൻ അറിയാതെ ചെറിയമ്മ കുടിക്കുന്ന പ്രോട്ടീൻ ഷേക്ക് താഴെ തള്ളിയിട്ടച്ചാ. ഞാൻ തെറ്റ് ചെയ്തില്ലേ, അതുകൊണ്ട് ചെറിയമ്മേനോട് സീരിയസ് ആയി ദേഷ്യപ്പെട്ടു. ഇത്രേ സംഭവിച്ചുള്ളൂ? അത്രേ ഉള്ളൂ, വേറൊന്നും നടന്നില്ല. വേറെ എന്തോ ഉണ്ടെന്ന് നിന്റെ കണ്ണ് പറയുന്നുണ്ട് വസുന്ധര. ഇത് ഞാനാണ് ചോദിക്കുന്നെങ്കിൽ നീ പറഞ്ഞേ പറ്റൂ. സത്യം പറയങ്ങോട്ട്, എന്താ സംഭവിച്ചത്? കാർത്തിക ദേഷ്യത്തില് ഓരോന്ന് പറഞ്ഞു. എന്താ പറഞ്ഞെന്ന് പറയും. എന്തായാലും ഈ ഉണ്ണി നിങ്ങളുടെ ചേട്ടന്റെ സ്വന്തം മകനൊന്നും അല്ലല്ലോ, ദത്തുപുത്രനല്ലേ. ആരുടെയോ രക്തത്തിൽ ജനിച്ച കുട്ടിയെ കൊണ്ടുവന്ന് ഈ വീട്ടിൽ നിർത്തിയിരിക്കുകയാണ്. കാർത്തിക അങ്ങനെയൊക്കെ പറഞ്ഞു? ഉണ്ണി എന്റെ മകനല്ലെന്ന് അവൾക്ക് എങ്ങനെ പറയാൻ തോന്നി? ഈ കാര്യം ഏട്ടനോട് പറഞ്ഞോ, ഏട്ടന് ഒരുപാട് വിഷമിക്കുമെന്ന് തോന്നി. താനും വിഷമിക്കുന്നുണ്ടല്ലോ വസുന്ധര. കാർത്തിക അറിയാതെ എന്തോ പറഞ്ഞു പോയതാ. ഏട്ടനത് സീരിയസ് ആക്കണ്ട. ആരിനി എന്തൊക്കെ പറഞ്ഞാലും താൻ വിഷമിക്കരുത് വസുന്ധര. ഉണ്ണി നമ്മുടെ മകനാണ്, എന്റെ അനന്തരാവകാശി.
കാർത്തിക അങ്ങനെ പറഞ്ഞതില് എനിക്കൊരു വിഷമമില്ല. ഉണ്ണിയുടെ മുന്നിൽ വെച്ചാ പറഞ്ഞ് അത് മാത്രമേ ഉള്ളൂ വിഷമം. ഉണ്ണി വളരെ കൊച്ചുകുട്ടിയാ. എന്തുമാത്രം വിഷമുണ്ടായി കാണും. സോറി വസുന്ധര. അയ്യോ, ഏട്ടൻ എന്തിനാ സോറി പറയുന്നേ? ഉണ്ണിയോട് എന്തുമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്കറിയാലോ ഏട്ടാ. നാളെ ആരെങ്കിലും ഉണ്ണി എൻ്റെ മകനല്ലെന്ന് പറയാതിരിക്കാൻ വേണ്ടിയാ ഞാൻ അവനെ നിയമപരമായി ദത്തെടുത്തത്. ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് കാർത്തിക എന്തിനാ അങ്ങനെ പറഞ്ഞെന്നാ എനിക്ക് മനസ്സിലാകാത്തത്. അതൊക്കെ ഞാൻ എപ്പോഴും മറന്നു. ഏട്ടനത് മറന്നേക്ക്. ഏട്ടൻ പോയി ഫ്രഷ് ആയിട്ട് വാ. ഓഫീസിലേക്ക് പോകാൻ സമയമായില്ലേ? ഉണ്ണി വാ, നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു തരാം. അമ്മോ, തലയ്ക്ക് നല്ല ഭാരമുണ്ടല്ലോ. ഹോ, രാത്രി ഇത്തിരി ഓവറായി പോയി. നിങ്ങളോ? നിങ്ങളൊന്നല്ല, സുമംഗലി. നിങ്ങൾ എപ്പോഴാ വന്നേ? രാത്രി തന്നെ എത്തി. രാത്രി വന്നോ? അത് എന്തിനേ? നമ്മുടെ വിഷമങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട്. അയ്യോ, എന്തായി പറയുന്നേ? ഇന്നലെ രാത്രി സംഭവിച്ചത് രാജിക്കൊന്നും ഓർമ്മയില്ലേ? അയ്യോ, രാത്രി എന്താ നടന്നേ? രാജ പോയി ഫ്രഷ് ആയിട്ട് വാ. ക്ഷീണിച്ചിരിക്കല്ലേ? ഫ്രഷ് ആയിട്ട് ഈ ബ്രെഡ് ഓംലെറ്റ് കഴിച്ച് ജ്യൂസും കുടിക്ക്. ആരോഗ്യം കിട്ടും. ഞാൻ എന്തിനാ ക്ഷീണിക്കുന്നേ? കുറുമ്പൻ. അയ്യോ, ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് ഇപ്പൊ ഒന്നും നടക്കാത്ത പോലെയാണല്ലോ അഭിനയിക്കുന്നേ. എന്താ നടന്നത്? ഫ്രഷ് ആയിട്ട് വാ രാജ, ബാക്കി പിന്നെ സംസാരിക്കാം. ആദ്യം നിങ്ങൾ പറഞ്ഞേ. ഇന്നലെ രാത്രി ഞാൻ ഇവിടെ വന്നില്ലേ? അപ്പൊ നിങ്ങള് മദ്യപിച്ചോണ്ടിരിക്കുകയായിരുന്നു. അതെനിക്ക് ഓർമ്മയുണ്ട്. അതിന് ശേഷം എന്താ നടന്നത്? ഞാൻ നിങ്ങളുടെ കൂടെ ചേർന്ന് മദ്യപിച്ചു. പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെ ഡാൻസ് ചെയ്തു. അതിനുശേഷം എന്താ നടന്നു? അയ്യോ, ഞാൻ പറയില്ല രാജ. നിങ്ങൾ ഇങ്ങനെ നാണിച്ചാൽ എനിക്ക് ചത്തു കളയാൻ തോന്നുന്നു. എന്താ നടന്നതെന്ന് പെട്ടെന്ന് പറഞ്ഞേ. എന്താ നടക്കാനാ? ഒരു പുരുഷന്റെ ഒരു സ്ത്രീയുടെ ഇടയില് എന്താണോ നടക്കേണ്ടത് അത് സംഭവിച്ചു. കഴിഞ്ഞു. എന്റെ ജീവിതം മൊത്തം നശിച്ചു പോയി. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ മരിക്കാൻ പോവുക. അയ്യോ രാജ, 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 വേണ്ട രാജ, വേണ്ട. വെറുതെ കളിക്ക് പറഞ്ഞതാ. രാത്രി ഒന്നും നടന്നില്ല. മദ്യം കഴിച്ചിട്ട് നമ്മൾ രണ്ടുപേരും കിടന്നുറങ്ങി. അത്രയല്ലേ ഉള്ളൂ, വേറൊന്നും നടന്നില്ലല്ലോ. കല്യാണത്തിന് മുമ്പ് ഞാൻ അങ്ങനെ സമ്മതിക്കോ രാജ? നമുക്ക് കല്യാണം കഴിക്കണം, അതിനുവേണ്ടി മുഹൂർത്തം കുറിക്കണം. അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയൊക്കെ. ആദ്യം ഫ്രഷ് ആയിട്ട് വാ രാജ. നിങ്ങൾ വീട്ടിലേക്ക് വെക്കുള്ളൂ. ഓ, എന്റെ മുന്നിൽ നിന്ന് റെഡിയാവാൻ നാണോ ആണോ? ശരി രാജ, പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് ഇതാ ഈ ബ്രെഡ് ഓംലെറ്റ് കഴിച്ച് ജ്യൂസും കുടിക്കേ.